കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ആടിന്റെയും കുറുക്കന്റെയും കഥ കേട്ടാലോ? പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ വസിച്ചിരുന്നു. ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കുറച്ചു നടന്നപ്പോൾ അവന് നല്ല ദാഹം തോന്നി. കുറുക്കൻ ഉടൻ തന്നെ അടുത്തുകണ്ട ഒരു ആഴം കുറഞ്ഞ കിണറ്റിൽ വെള്ളം കുടിക്കാനായി ഇറങ്ങി. തനിക്ക് മതിയാവോളം വെള്ളവും കുടിച്ചു. വെള്ളം കുടിച്ച് തിരിച്ചു പോകാനൊരുങ്ങിയ കുറുക്കൻ ആകെ വിഷമിച്ചു. അവന് കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല. അതിൽ കയറാനായി പടവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല വഴുക്കലുള്ളത് കാരണം പിടിച്ചു കയറാനും കുറുക്കന് കഴിഞ്ഞില്ല. അപ്പോൾ കുറുക്കൻ മനസ്സിൽ കരുതി, ഇനി ഞാൻ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്നും കരയിൽ കയറുന്നത്? പടവുകളോ പിടിച്ചു കയറാൻ ഒരു ചെടിയുടെ വള്ളിയോ പോലും ഇവിടെയൊന്നും കാണാനില്ല. ഏതു വിധേനയും ഇവിടെ നിന്നും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ. കുറുക്കൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ആട് അതുവഴി വന്നത്. കുറുക്കൻ കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ അവിടെ നിൽക്കുകയാണെന്നറിയാതെ ആട് കുറുക്കനോട് ചോദിച്ചു, സുഹൃത്തേ, ഈ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണോ? ആടിന്റെ ചോദ്യം കേട്ടതും കുറുക്കന് അവിടെ നിന്നും രക്ഷപ്പെടാനായി ഒരു ഉപായം തോന്നി. അവൻ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ ഇന്നുവരെ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല വെള്ളമാണ് ഈ കിണറ്റിലേത്. നീ ഇവിടെ ഇറങ്ങി ഈ വെള്ളമൊന്ന് കുടിച്ചു നോക്കൂ. കുറുക്കിന്റെ മറുപടി കേട്ട ആട് മറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്കിറങ്ങി. ആട് കിണറ്റിലേക്കിറങ്ങിയതും കുറുക്കൻ ഉടൻ തന്നെ ആടിന്റെ പുറത്തു ചവിട്ടി കരയിൽ കയറി. എന്നാണ് സംഭവിക്കുന്നതെന്നും മനസ്സിലാകാത്ത ആട് അത്ഭുതത്തോടെ കുറുക്കനെ നോക്കി. എന്നാൽ കുറുക്കൻ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതാണ് ആട് കണ്ടത്. അധികം വൈകുന്നതിനു മുൻപ് തന്നെ കുറുക്കന്റെ സന്തോഷത്തിന്റെ കാരണം ആടിനു മനസ്സിലായി. ആട് മനസ്സിൽ കരുതി, ഞാൻ എന്തൊരു മണ്ടനാണ്. കുറുക്കൻ പറഞ്ഞതും വിശ്വസിച്ച് മറ്റൊന്നും നോക്കാതെ ഈ കിണറ്റിലിറങ്ങി. ഇനി ഞാൻ എങ്ങനെയാണ് കരയിൽ കയറുന്നത്? ആട് വിഷമത്തോടെ കുറുക്കനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പറ്റിച്ചത്? കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ പടവുകളൊന്നുമില്ലെന്ന് എന്തിനാണ് എന്നിൽ നിന്നും മറച്ചുവെച്ചത്? ഇതു കേട്ടതും കൂസലില്ലാതെ കുറുക്കൻ ആടിനോട് ചോദിച്ചു, ഞാനെന്തിനാണ് പറയുന്നത്? നിനക്ക് കിണറ്റിലേക്കിറങ്ങുന്നതിനു മുൻപ് തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് നോക്കാമായിരുന്നില്ലേ? ഉടൻ തന്നെ ആട് പറഞ്ഞു, ഞാൻ നിന്നെ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നീ പറഞ്ഞത് വിശ്വസിച്ചു. ദയവായി എന്നെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഇത് കേട്ടതും കുറുക്കൻ ആടിനോട് പറഞ്ഞു, നീ ഒരു പരിചയവുമില്ലാത്ത എന്നെ എന്തിനാണ് വിശ്വസിച്ചത്? എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. എനിക്ക് നിന്നെ രക്ഷിക്കാനൊന്നും സമയമില്ല. നിനക്ക് കഴിയുമെങ്കിൽ സ്വയം രക്ഷപ്പെടൂ. ഇതും പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും ഓടിപ്പോയി. പാവം ആടാകട്ടെ എന്തു ചെയ്യണമെന്നറിയാതെ ആ കിണറ്റിൽ തന്നെ നിന്നു. സുഹൃത്തുക്കളെ, ഇതിൽ നിന്നും നിങ്ങൾക്കെന്തു മനസ്സിലായി? നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നതിനു മുൻപ് നന്നായി ചിന്തിക്കുക.